ആദ്യ ദിവസം ടെല്ലവീവിൽ മിസൈൽ വർഷിച്ചതിന് ശേഷം ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ച് ഇസ്രായേലിലേക്കുള്ള ആക്രമണം കുറഞ്ഞു വരുന്നതായി കാണാം. മിസൈലുകളുടെ ലഭ്യത കുറയുന്നു എന്നതിനേക്കാൾ വ്യോമ പ്രതിരോധമില്ലാത്ത ഇറാന്റെ ആകാശത്ത് സദാസമയം ചുറ്റിക്കറങ്ങുന്ന ഇസ്രായേലിന്റെ എയർഫോഴ്സ് മിസൈലുകൾ ലോഞ്ച് ചെയ്യുന്ന സിസ്റ്റംസ് റിയൽ ടൈമിൽ തകർക്കുന്നതാണ് പ്രധാന കാരണം. മൊസാദ് ഏജന്റുമാർ നൽകുന്ന റിയൽ ടൈം വിവരങ്ങൾ അപ്പോൾ വിമാനങ്ങളിലും ഡ്രോണുകളിലും എത്തിക്കാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ട്. ഏകദേശം പകുതിയോളം ലോഞ്ചറുകൾ ഇതിനകം ലക്ഷ്യം വെച്ച് കഴിഞ്ഞു എന്നാണ് ചില സോഴ്സുകൾ പറയുന്നത്. അതേസമയം ആഗോളതലത്തിൽ പൊതുവെ ചർച്ച ഇപ്പോൾ ഇറാൻ എന്ത് തരത്തിൽ ഇസ്രായേലിനെ തിരിച്ചാക്രമിക്കും എന്നുള്ളതിൽ നിന്നൊക്കെ മാറി ഇറാൻ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എന്നതിലേക്ക് മാറിയിരിക്കുകയാണ്. ഇറാന് മേൽക്കൈയുള്ള ഒരു സിറ്റുവേഷനും ടേബിളിലില്ല. 3 ഓപ്ഷനുകളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, ഇസ്ലാമിക ഭരണകൂടം ആണവായുധം നിർമ്മിക്കുന്നത് ഉപേക്ഷിക്കാം എന്ന ഉറപ്പ് നൽകുന്നതോടെ വെടിനിർത്തൽ. ഇതുപോലെ ഇറാൻ നൽകുന്ന ഉറപ്പുകൾ വിശ്വാസത്തിലെടുക്കാൻ നിലവിൽ അമേരിക്ക തയ്യാറല്ല. കൂടാതെ ഇത്രത്തോളം മിലിറ്ററി ആക്ഷൻ മുന്നോട്ടു പോയ സ്ഥിതിക്ക് ഇനി ഒരു ഭീഷണി ഭാവിയിൽ വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യത എന്ന നിലയിൽ ഇസ്രായേലിനും ഇതിൽ താല്പര്യമില്ല. 2, ഇറാൻ പൂർണ്ണമായി കീഴടങ്ങി ഭരണമാറ്റവും ആണവായുധ ഫെസിലിറ്റികളുടെ നശിപ്പിക്കലും. ഇതാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും നോക്കുന്ന വഴി. ഖൊമേനിയെ വധിക്കാത്തത് പൊളിറ്റിക്കൽ ലീഡർ എന്നതിലുപരി ആഗോള ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായതുകൊണ്ടാണ്. ആ ഒരു കുടിപ്പക ഉണ്ടാക്കുന്നത് ഭാവിയിൽ സമാധാനത്തിന് വിഘാതമായേക്കാം എന്ന ചിന്തയിൽ മാത്രം. അതേസമയം ഖൊമേനിക്ക് തൊട്ടു താഴെയുള്ള ലീഡർഷിപ്പിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് പകരം ചാർജ് എടുക്കുന്ന രണ്ടാമത്തെ മിലിറ്ററി തലവനും മണിക്കൂറുകൾക്കുള്ളിൽ വധിക്കപ്പെടുന്നു. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഇതേപോലെയാണ് ഇസ്രായേൽ തകർത്തത്. 3, കീഴടങ്ങാതെ യുദ്ധം ചെയ്ത ഇറാൻ പെട്ടെന്ന് തന്നെ ആണവായുധം കൈവരിക്കുക, സൈനികമായി ഇസ്രായേലിന് മേൽക്കൈ ലഭിക്കുകയും അമേരിക്കൻ ഹെവി ബോംബറുകൾ ചുറ്റും തയ്യാറായി നിൽക്കുകയും ആണവ പദ്ധതിയുമായി ബന്ധമുള്ള ശാസ്ത്രജ്ഞർ ലക്ഷ്യം വയ്ക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇതിന് സാധ്യത കുറവാണ്. ശ്രമിച്ചാൽ സൈനികമായി കൂടുതൽ ആക്രമിക്കപ്പെടാനും ഖൊമേനി അടക്കം ഉള്ളവർ ലക്ഷ്യമാവാനും സാധ്യത കൂടുതലാണ്. റവല്യൂഷണറി ഗാർഡുകളിൽ വിഭാഗങ്ങൾ തുടർന്നും മിസൈലുകൾ തൊടുത്തേക്കാം. എങ്കിലും ഒരു കോർഡിനേറ്റഡ് മിലിറ്ററി റെസ്പോൺസ് ഇനി ഇറാനിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. TV ചാനലുകൾ ഹാക്ക് ചെയ്ത് ജനങ്ങളോട് തെരുവിലിറങ്ങാൻ പറയുകയും പഴയ ഷാ രാജവംശത്തെ വീണ്ടും പൊക്കിക്കൊണ്ടുവരികയും പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെ ഭീതി ഇല്ലാതാക്കാൻ ഭരണകൂടത്തിന്റെ പോലീസ് സ്റ്റേഷനുകൾ ബോംബ് ചെയ്യുകയും ഉൾപ്പെടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നടപടികൾ ഇപ്പോൾ അടുത്ത ഭരണകൂടത്തെ നിർമ്മിക്കുന്നതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്നത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷൻ ഇവിടെ തീരുകയാണോ, അതോ പ്രധാന നഗരങ്ങൾ പുതിയ ഭരണത്തിലും നാട്ടിൻപുറങ്ങൾ റവല്യൂഷണറി ഗാർഡുകളുടെ ഗറില്ല യുദ്ധ ചെറുത്തുനിൽപ്പിന്റെ വേദിയുമായി ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങിയ ഇറാഖിന്റെ ഗതി വരുമോ എന്നാണ് ഇനി കാണേണ്ടത്.